ശ്രീ ഓണപ്പൂർ സാർ, അതോടൊപ്പം തന്നെ ബാലേന്ദ്ര സാറ്, ഗ്രന്ഥകാരൻ ഡോക്ടർ ശ്രീ രാധാകൃഷ്ണൻ സാർ, അവർക്ക് എല്ലാവർക്കും നമസ്കാരം. ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് ഡോക്ടറെ ആദ്യം പരിചയപ്പെട്ടത്. അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലും പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുമ്പോഴേക്കും അദ്ദേഹവുമായി നിരവധി ദിവസങ്ങൾ സംസാരിക്കുവാനൊക്കെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 10,000 വർഷത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ചരിത്രം എഴുതുക എന്നുള്ള ഒരു മഹത്തായൊരു പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം കടക്കുമെന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചിന്തിക്കാൻ സാധിച്ചിരുന്നില്ല. അത്രയും വലിയൊരു തലമുറയ്ക്ക് തന്നെ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഞാനിവിടെ ഒന്ന് ആലോചിക്കുകയായിരുന്നു, ശ്രീരമണ സാർ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്ത നിയമമേഖലയാണ്. IPC BNS ആയും അതോടൊപ്പം തന്നെ ഗവർണർ താമസിച്ചിരുന്ന രാജഭവൻ ലോകഭവനായും ഒക്കെ തന്നെ മാറി. നമ്മളൊക്കെ ഇപ്പോൾ പറയുമ്പോൾ ലോകഭവനാണെന്ന് ചിലപ്പോൾ തെറ്റി രാജ്ഭവൻ എന്ന് പറയാറുണ്ട്. ബ്രിട്ടീഷുകാർ അവശേഷിപ്പിച്ചിട്ട് പോയ പാരമ്പര്യത്തിൽ നിന്നും നമ്മൾ മാറി വരികയാണ് വാക്കുകളുടെയും പ്രയോഗത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ. തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രം ചർച്ച ചെയ്യുന്നത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ തന്നെ ഈ പുസ്തകത്തിലും രേഖപ്പെടുത്തേണ്ട ഘട്ടങ്ങളുണ്ട്. ഞാൻ വിശദമായിട്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. ശ്രീരമണ സാർ കുറച്ച് കാര്യമായിട്ട് സംസാരിച്ചു. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രം വളരെ ദീർഘമായി ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്യേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഭാരതത്തിന് ലോകത്തിൻ്റെ നേതൃസ്ഥാനത്തെത്തുക എന്നുള്ള ആ ഘട്ടം എത്തുവാൻ വേണ്ടി ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ തന്നെ കോളേജിലൊക്കെ പോകുമ്പോഴേക്കും കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോഴേക്കും പറയാറുണ്ട്, നമ്മുടെ എഴുതപ്പെട്ട ചരിത്രം അനുസരിച്ച് 1498 വിദേശികൾ ഇവിടേക്ക് വരുന്നത്. അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഒരു 12 മണിക്കൂർ ഉണ്ടെങ്കിൽ അവസാനം നമ്മുടെ രാഷ്ട്രം വിട്ടുപോയ ബ്രിട്ടീഷുകാർ അവിടേക്ക് നമുക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ ഒരു 12 മണിക്കൂർ മതി. അന്ന് 8 മാസം 9 മാസം കൊടും കടലിലൂടെ യാത്ര ചെയ്തു. ഒരുപക്ഷെ അവിടെ നിന്ന് തിരിച്ചാൽ ഇവിടെ എത്തുമെന്ന് ഉറപ്പില്ലാത്ത സമയത്ത് കപ്പലിലൂടെ സാഹസികമായി യാത്ര ചെയ്തായിരുന്നു ഇവിടെ എത്തിയിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇത്രത്തോളം സാഹസികമായിട്ട് എന്തിനായിരുന്നു ഈ രാജ്യത്ത് വന്നിരുന്നത്? ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട എന്തെങ്കിലും മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ ഇത്രയും റിസ്ക് എടുക്കുകയുള്ളൂ. അല്ലാതെ ദരിദ്രനാരായണന്മാരുടെ ഒരു നാട്ടിലേക്ക് 9 മാസം കപ്പൽ യാത്ര എടുത്ത് പോകാൻ വേണ്ടി ആരും തന്നെ തയ്യാറാവില്ല. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരെ ഒക്കെ ആകർഷിക്കുന്ന തരത്തിലൊക്കെയുള്ള എന്തൊക്കെയോ ഭാരതത്തിലുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ വിജ്ഞാനമായിരിക്കാം, ഒരുപക്ഷെ സമ്പത്തായിരിക്കാം, ഒരുപക്ഷെ സംസ്കാരമായിരിക്കാം, സുഗന്ധവ്യഞ്ജനങ്ങളായിരിക്കാം. അപ്പോൾ ആയിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ അവരെ എല്ലാവരെയും പോർച്ചുഗീസുകാരാവട്ടെ, ഡച്ചുകാരാവട്ടെ, ഫ്രഞ്ചുകാരാവട്ടെ, മുഗളന്മാരാവട്ടെ, ഇവരെയൊക്കെ തന്നെ ആകർഷിക്കാൻ കണക്കിലുള്ള എന്തൊക്കെയോ ഭാരതത്തിലുണ്ടായിരുന്നു. കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് അന്ന് നമ്മൾ 36 കോടി പേരുണ്ടായിരുന്നെങ്കിൽ അവർ 6 കോടി പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം ഉണ്ടായിരുന്നൊരു സ്ഥലത്ത് ഉള്ള 36 കോടി പേരെ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് മാസങ്ങളോളം യാത്ര ചെയ്ത് 6 കോടി ജനങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു രാജ്യത്ത് നിന്ന് കുറച്ച് പേർ ഒരു കപ്പലിൽ വന്ന് നൂറ്റാണ്ടുകളോളം ഭരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കെന്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ദേശീയബോധം. എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ദേശീയബോധം ഇല്ലാത്തത് കൊണ്ടായിരുന്നു, രാഷ്ട്രമെന്നുള്ള സങ്കല്പമില്ലാത്തത് കൊണ്ടായിരുന്നു ആ അവസ്ഥയിലേക്ക് നമ്മൾ പോയി. തീർച്ചയായിട്ടും അന്നെല്ലാം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രത്തിന് ഇന്ന് തിരിച്ച് എല്ലാത്തിലും എത്തുവാൻ വേണ്ടി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. നമുക്കറിയാം, ഇന്ന് ബ്രിട്ടൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരൊക്കെ തന്നെ തീരുമാനിക്കുകയാണ്. വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ എവിടെ നിസ്കരിക്കണമെന്ന് അവർ തീരുമാനിക്കാതെ ബ്രിട്ടീഷുകാർക്ക് യാതൊരു റോളുമില്ല. ജീവൻ കയ്യിൽ കിട്ടിയ ഭാഗ്യം. ഈ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഞാൻ വലിയൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ആര്യത്തിനായ ഗവർണർ ഉൾപ്പെടെയുണ്ട്. ഡോക്ടർ ഈ പുസ്തകം എത്തിച്ചിരുന്നു. പൂർണ്ണമായിട്ടും മൈൻഡ് അപ്ലൈ ചെയ്ത് വായിക്കാനുള്ള സമയം കിട്ടിയില്ല. ഏറെക്കുറെ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ വിയോജിപ്പുകളൊക്കെ തന്നെയുണ്ട്. ഞാനത് വിശദമായി മറ്റൊരു അവസരത്തിലാകാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസയും ഡോക്ടറുടെ ഭാവി ജീവിതത്തിന്. ഞാൻ ശ്രീരമണ സാർ പറഞ്ഞാൽ പൂർണ്ണമായിട്ട് പുസ്തകരചനയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുന്നില്ല. ഡോക്ടറെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആറ്റിങ്ങൽ ആണ് കേന്ദ്രമെങ്കിലും ഒരുപാട് പേർ കേരളത്തിൽ ഡോക്ടറുടെ പ്രസ്ഥാനത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഡോക്ടർമാരെന്നും വക്കീലന്മാരെന്നും പറയുമ്പോഴേക്കും അവരുടെ ഒരു പ്രസൻസാണ് ചിലർക്ക് തൃപ്തികരമാവുന്നത്. ഡോക്ടർ മരുന്ന് രീതിയിലും കുഴപ്പമില്ല, ഡോക്ടറെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള അവസ്ഥയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഗൈനക്കോളജി കൂടിയാണ്. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകണം. ഞങ്ങൾ അങ്ങയുടെ എഴുത്തിനും കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.